ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കുന്നത് 7 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. എഴുത്തച്ഛൻ്റെ വർണ്ണനയുടെ സവിശേഷതകൾ. അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് ടീച്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ഉത്തരം വായിക്കാം. എക്കാലത്തെയും ഗഹനമായ ആശയങ്ങൾ തന്നിലേക്ക് ആവാഹിക്കാൻ കരുത്തുണ്ടായിരുന്ന കവിയായിരുന്നു എഴുത്തച്ഛൻ. തൻ്റെ കാവ്യഭാഷയിലൂടെ എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് കരുത്തു പകർന്നു നൽകി. അതിന് ഉദാഹരണമാണ് എഴുത്തച്ഛൻ്റെ കാവ്യങ്ങളായ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും. കൂടാതെ കിളിപ്പാട്ട് എന്ന കാവ്യപ്രസ്ഥാനം മലയാള ഭാഷയ്ക്ക് നൽകിയതും എഴുത്തച്ഛൻ തന്നെയാണ്. മലയാള ഭാഷയ്ക്ക് പുതിയൊരു രൂപം നൽകാൻ എഴുത്തച്ഛന് കഴിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതൊരു പാരഗ്രാഫ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. മലയാള ഭാഷയിൽ എക്കാലത്തും വർത്തമാനകാല പ്രസക്തമായ കാവ്യമാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്. ഈ കാവ്യഭാഗത്തിലെ ദ്രോണപർവ്വത്തിലെ ഒരു ഭാഗമാണ് കഥകളതിമോഹനം എന്ന പാഠഭാഗം. കാവ്യഭംഗി നിറഞ്ഞ വാഗ്മയ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അതിശയകരമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സന്ദർഭങ്ങളെ മിഴിവുറ്റതാക്കാൻ അനുയോജ്യമായ പ്രയോഗങ്ങളും ഉപമാനങ്ങളും എഴുത്തച്ഛൻ കാവ്യഭാഗങ്ങളുടെ പ്രത്യേകതകളാണ്. കർണസുഖം ഞാൻ പറകയില്ല എന്ന വരിയിലൂടെ വർത്തമാന സമൂഹത്തിൻ്റെ സ്വഭാവ സവിശേഷത കൂടിയാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ചൊല്ലുന്നതുണ്ട് കനക്കി ചുരുക്കി ഞാൻ എന്ന വരികളിൽ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനെല്ലാം പുറമെ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ശബ്ദഭംഗി എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ്. മെല്ലം വെല്ലം, കർണൻ കർണസുഖം, കുണ്ഡലം ഗണ്ഡസ്ഥലം, വാരണവീരൻ വീരൻ തുടങ്ങിയ വാക്കുകളിൽ ആദ്യാക്ഷരം ദ്വിതീയാക്ഷരം തുടങ്ങിയ പ്രാസപ്രയോഗങ്ങൾ കാണാം. ഇത്തരം പ്രാസപ്രയോഗങ്ങൾ കവിതയ്ക്ക് താളവും ഈണവും ശബ്ദഭംഗിയും നൽകുന്നു. ഇനി അവസാന പാരഗ്രാഫ് കൂടി നോക്കാം. പഞ്ചവർണ്ണ കിളിക്ക് ഇഷ്ടഭോജ്യങ്ങൾ വെള്ളിത്തളികളിൽ നിരത്തിവെക്കുന്ന ഭാഗം വർണ്ണിക്കുമ്പോൾ ആ ദൃശ്യം നേരിൽ കാണുന്ന അനുഭവമാണ് വായനക്കാരനുണ്ടാകുന്നത്. വില്ലാളി വീരനായ കർണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ വീണ് കിടക്കുന്ന രംഗവും ഭഗദത്തൻ്റെ തലയും ആനയുടെ വാലും അരിഞ്ഞിട്ടിട്ട് ശബ്ദഘോഷത്തോടെ പാഞ്ഞു പോകുന്ന ബാണവും ചലനാത്മകമായ വാഗ്മയ ചിത്രങ്ങളാണ്. കാവ്യഭാഗത്തെ ഓരോ ദൃശ്യങ്ങളും നേരിട്ട് കാണുന്ന പ്രതീതിയാണ് ഇത്തരം വാഗ്മയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പകർന്നു നൽകുന്നത്. ഈ ഒരു ചോദ്യം 1-2 ആവർത്തി നിങ്ങൾ വീണ്ടും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക.